ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവരും ഹാപ്പി അല്ലേ? ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാനിപ്പോൾ ഡൽഹിയിലാണുള്ളത് നമ്മുടെ വണ്ടി ഡെലിവറി എടുക്കാനായിട്ട്. ഇപ്പോൾ ഫൈനലി നമ്മളെടുക്കുന്ന വണ്ടി പജീറോ സ്പോട്ടാണ്. ഒരു 4x4 പജീറോ സ്പോട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഈ വണ്ടി എടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തത് കേരള കാസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ ഓണേഴ്സായ അജ്ജു ബ്രോയും അനീഷ് ബ്രോയും ആണ് നമ്മൾ ഇതിനെല്ലാത്തിനും ഹെൽപ്പ് ചെയ്തത്. ഞാൻ എൻ്റെ വണ്ടിയുടെ റിക്വയർമെൻറ്റ് പറഞ്ഞു, എനിക്ക് ഇന്ന ബഡ്ജറ്റിൽ ഇന്ന വണ്ടിയാണ് ഞാൻ കോൺഫിഗറേഷനിൽ നോക്കുന്നതെന്ന് പറഞ്ഞു. ബാക്കി ഫുൾ ഇവർ തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഏറ്റവും യൂസർ കാര്യങ്ങൾ 2-3 വണ്ടി തന്നെ കാണിച്ചു. അതിൽ നമ്മുടെ റിക്വയർമെൻറ്റും എനിക്കിഷ്ടപ്പെട്ട ഒരു എല്ലാ കോമ്പിനേഷനും വന്ന വണ്ടി ഇതാണ്. ഇവർ വീഡിയോ കോളൊക്കെ വിളിച്ച് എന്നെ കാണിച്ചു തന്നു. അതേ സെയിം സാധനം തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വണ്ടി നമ്മളെന്തായാലും അവിടെ നിന്ന് ഓടിച്ചുകൊണ്ട് വരുന്നില്ല, പൂനെയിലോട്ട് കണ്ടെയ്നർ ചെയ്യുവാണ്. അപ്പോൾ ഈ പുള്ളിയാണ് കണ്ടെയ്നർ ചെയ്യാനാണ് കാര്യങ്ങളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതാണ് അജു ബ്രോ എല്ലാവർക്കും അറിയായിരിക്കും. കേരള കാസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഡൽഹിയിലെ ഇത് ഞാൻ വരുന്ന വഴിക്ക് ജസ്റ്റ് സ്ട്രീറ്റ് ഫുഡ് കണ്ടപ്പോഴത്തേക്ക് ഇതിൻ്റെ കളറ് കണ്ടിട്ട് വീഡിയോ എടുത്തതാണ്. ഇതൊരു കളറാണ് ഇതിന്. അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഡൽഹിയിൽ ഞാൻ തിരിച്ച് ഇനി പൂനെയിലോട്ട് തിരിക്കുവാണ്. എന്തായാലും വണ്ടി ഇറക്കലും കാര്യങ്ങളായിട്ട് ഒരുപാട് ഞാൻ ബിസി ആയിരുന്നു ഡൽഹിയിൽ തന്നെ. നന്നായിട്ട് അലഞ്ഞ് തിരിഞ്ഞ് നല്ല വിശപ്പുണ്ട്. ഉച്ചയ്ക്ക് മാത്രമാണ് ഞാൻ കുറച്ച് ഫുഡ് കഴിച്ച്, വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ലോഞ്ചിൽ കയറി നന്നായിട്ട് ഫുഡ് അടിക്കണം. ലോഞ്ചിൽ തിരക്കുണ്ട്, എല്ലാവരും ഫ്ലൈറ്റ് ഡിലേയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരിക്കും. എന്തായാലും നമുക്ക് കയറി ഫുഡ് അടിച്ചിട്ട് വരാം. അപ്പം ഞാനപ്പോൾ നമ്മുടെ ഡൽഹി എയർപോർട്ടിലെ ലോഞ്ചിലാണ്. അപ്പം ലോഞ്ച് ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് ചില കാർഡ്സിനൊക്കെ ലോഞ്ച് ആക്സസ് ഉണ്ട്. 2 രൂപ 5 രൂപ ആ റേഞ്ചൊക്കെ ആവത്തുള്ളൂ. നമ്മളെ കാർഡ് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ കാർഡിന് ഓഫർ ഉള്ളതെന്നൊക്കെ ഗൂഗിളിൽ കറക്റ്റാണ് കാണിക്കും. ഇപ്പം ഞാനിപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വിസ കാർഡിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്കായ എമൗണ്ട് എന്ന് പറഞ്ഞാൽ വെറും 2 രൂപയാണ്. 2 രൂപയാണ് എനിക്കായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് വന്നിട്ട് ഇനി ഒരു 1.5 മണിക്കൂർ ഇനിയുണ്ട്. അപ്പോൾ ഞാനോർത്ത് വെറുതെ നിൽക്കുന്നത്, നമുക്ക് ലോഞ്ചൊക്കെ ആക്സസ് ചെയ്ത് ഇവിടെ ഇരിക്കാം. കംഫർട്ടബിളാണ്. അതായത് ഈ ലോഞ്ച് ഞാൻ കാണിച്ചു തരാമേ. ഇതാണ് ലോഞ്ച്. ഇത് ഇവിടുത്തെ ഭയങ്കര ചെറുതാണ് കേട്ടോ. ഞാൻ ബാക്കി ലോഞ്ചൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ചെറുതാണ്. ഇവിടെ ചെറിയൊരു ബാർ കൗണ്ടറുണ്ട്. അത് ബാർ കൗണ്ടറാണ്. നമ്മുടെ ഫ്ലൈറ്റ് നമ്പേഴ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ എഴുതി കാണിക്കും. നമുക്കപ്പം അത് നോക്കിയിട്ട് നമുക്ക് ഇറങ്ങിയാൽ മതി. ഇതാണ് നമ്മുടെ ലോഞ്ചിലെ ഫുഡ് കോർട്ട്. നമുക്കിവിടെ ഈ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതെല്ലാം എടുക്കാം. ഇതൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ആണ്, എടുക്കാം. പാസ്തയാണ് ഉണ്ടെന്നുണ്ട്. പാസ്ത, കുക്കുംബർ, സാലഡ്. ഇതെനിക്ക് ഒന്ന് 1000 ഐലൻഡ് സോസാണെന്ന് തോന്നുന്നത്. ഇത് പാസ്ത. ഇത് മറ്റേ പെപ്രോണിയ അങ്ങനെ തോന്നുന്നു എൻ്റെ പേര്. ടോസ്റ്റ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. ഇതെന്തുവാ സംഭവം? ഇത് മറ്റേ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സ്വീറ്റാണ് ബേസിക്കലി. ഇത് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക്. ഇത് ചിക്കനാണ് കേട്ടോ. ചിക്കൻ മുർഗി ബഞ്ചാർ അതാ. പിന്നെ ഇത് ചപ്പാത്തി. ദിസ് ഈസ് പനീർ കറി. ഇത് വെജാണ്, വെജ് ഓപ്ഷനാണ്. ദാല്, റൈസ്. ഞാൻ കുറച്ച് ചപ്പാത്തിയും ചിക്കൻ കറി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് നോക്കണം. സമയമുണ്ടല്ലോ. എന്തായാലും എനിക്കിനി 1.5 മണിക്കൂർ അടുപ്പിച്ച് സമയമുണ്ട്. ഈ എയർപോർട്ടിൽ നിന്നൊക്കെ ഫുഡ് അല്ലാതെ മേടിച്ച് കഴിക്കാൻ നിൽക്കുവാണെങ്കിൽ നല്ല കാശ് കയറും. ഇപ്പം എനിക്ക് 2 കാർഡ് ഉണ്ടെങ്കിൽ എനിക്ക് 2 പേർക്ക് അത് ഉപയോഗിക്കാം. അപ്പം എനിക്കും ഉപയോഗിക്കാം, എനിക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കുക ആ കാർഡ്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ വേറെ ആർക്ക് അങ്ങനെ ഇപ്പോൾ വൈഫിന് കാർഡുണ്ടെങ്കിൽ വൈഫിൻ്റെ എടുക്കാം, അച്ഛൻ്റെ കാർഡുണ്ടെങ്കിൽ അച്ഛൻ്റെ എടുക്കാം, അമ്മയുടെ കാർഡ് അമ്മയുടെ എടുക്കാം. 4 പേർക്ക് കാർഡുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് 2 രൂപ ആയിട്ടുള്ളൂ. 8 രൂപ മതി. ശരിക്കും ലിറ്ററലി 8 രൂപ മതി. നമുക്ക് അൺലിമിറ്റഡ് ഫുഡ് കഴിക്കാം. നമ്മളത് യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്തായാലും ഈ ചപ്പാത്തി ചിക്കനൊക്കെ കഴിച്ചിട്ട് നമുക്ക് വരാൻ ഗൈസ്. ഞാനിപ്പം ലോഞ്ചിലാണ് ഇരിക്കുന്നത്. ഇനിയുണ്ട് ഒരുപാട് സമയം ഫ്ലൈറ്റിൽ. ഞാൻ ഒരു കാര്യം ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇവിടെ ചിലപ്പം മൾട്ടിപ്പിൾ ലോഞ്ചസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. കാര്യം ഡൽഹി പോലെ ഇൻ്റർനാഷണൽ ഒരു എയർപോർട്ടുള്ളൊരു സ്ഥലത്ത് ഈ ഇത്രയും ചെറിയൊരു ലോഞ്ച് എനിക്കറിയത്തില്ല. ചിലപ്പോൾ കാണുമായിരിക്കാം. ഞാൻ ഇരിക്കുന്ന ലോഞ്ച് ചെറുതായിരിക്കാം. മൾട്ടിപ്പിൾ ലോഞ്ച് കാണാം. ഇൻ്റർനാഷണൽ എയർപോർട്ടൊക്കെ ഉള്ളതല്ലേ, ചിലപ്പോൾ കാണുമായിരിക്കും കേട്ടോ മൾട്ടിപ്പിൾ ലോഞ്ചസൊക്കെ. എനിക്ക് റിട്ടേൺ കിട്ടിയത് ഇൻഡിഗോ ഫ്ലൈറ്റാണ് കേട്ടോ. 2618 എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് നമ്പറാണ് കിട്ടിയത്. മിക്കപ്പോഴും ഇൻഡിഗോ തന്നെയാണ് നമുക്ക് ഇപ്പം എല്ലാ ബുക്കിങ്ങിലും ഫസ്റ്റ് കയറി വരുന്നത്. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ്സ് ഉണ്ട്, പക്ഷേ റേറ്റ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത് ഇൻഡിഗോയ്ക്കാണ്. ഇപ്രാവശ്യം ഭാഗ്യം പോലെ ഡയറക്റ്റ് ഫ്ലൈറ്റ് തന്നെ കിട്ടി. ഞാൻ ലൈറ്റായിട്ടൊന്ന് ഉറങ്ങിയിട്ട് കണ്ണുറന്നപ്പോഴത്തേക്ക് കണ്ട ഒരു വ്യൂ ആണ്. നല്ല രസമുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ വണ്ടിയുടെ വിശേഷങ്ങളായിട്ട് കാണാം. ടാറ്റാ.